ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിൻസിയാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് രണ്ടായിട്ടാണ്. നോമ്പ് രണ്ടായിപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ 4:00 തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ പോലെ അല്ല, എനിക്ക് ഇന്ന് കുറച്ച് ഉഷാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇന്നലെ എന്ന് പറയാനായിട്ട് കുറച്ച് ക്ഷീണം ആവശ്യതയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് മാഷാഅല്ലാ കുഴപ്പമില്ല, എനിക്ക് നല്ലൊരു ജിൽ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് സയാൻ്റെ ഉള്ളത്. അപ്പോൾ സയാനില്ല കേട്ടാ, സയാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയി, വാപ്പ വന്നിട്ടുണ്ടായി ഉച്ചയ്ക്ക്. അപ്പോൾ സയാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്താണ് കുറച്ച് വീട് കുറച്ച് വൃത്തിയായി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അടുക്കളയിലെ കുക്ക് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ വീടും എല്ലാം കൂടിയിട്ട് എനിക്ക് നല്ല ഭ്രാന്ത് കയറും. പക്ഷെ ഇന്ന് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ വീട് സെറ്റായിരിക്കുന്നുണ്ട്. സയാൻ ഇല്ലാത്തത് കൊണ്ടല്ല വീട്, സഹായം കുറച്ച് വിളവുണ്ട്, സയാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്നലത്തെ പുതിന വെള്ളം ഇരിപ്പുണ്ട് കുറച്ച്. അപ്പോൾ ഇന്ന് ഇക്കാ നോമ്പറക്കാൻ ഉണ്ടാവില്ല. ഞാൻ ഇന്ന് ഒറ്റക്കാണ് നോമ്പറക്കണത്. നോമ്പറക്കണ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇക്കാ ഉണ്ടാവില്ല, ഞാൻ ഒറ്റക്കായിരിക്കും നോമ്പറക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇക്കാക്കുള്ള വെള്ളവും ഫ്രൂട്ട്സിനായി എപ്പോഴും എല്ലാ പ്രാവശ്യവും ഇക്കാ എല്ലാ സമയത്തും രാവിലെ വെള്ളവും കുറച്ച് ഫ്രൂട്ട്സിനായി ഇക്കാ കൊടുത്തുവിടും, ഈന്തപ്പഴം കൊടുത്തുവിടും. അപ്പോൾ ഇക്കാ നോമ്പ് തുറന്നിട്ട് വരുള്ളൂ. കാരണം ഇക്കാൻ്റെ എന്താണ് ഡ്യൂട്ടി സമയം 8 മണി വരെ ഉള്ളത്. ചിലപ്പോൾ നൈറ്റ് വെള്ളിയും ശനിയൊക്കെ നൈറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇക്കാ ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും, ചിലപ്പോൾ 4 മണി വെളുപ്പിന് 5 മണിക്കൊക്കെ ആയിരിക്കും ഇക്കാ വന്നത്. വെള്ളി ശനി മാത്രം ഉണ്ടാകും. ബാക്കിയുള്ള ദിവസങ്ങൾ 7 മണി 8 മണിയാകുമ്പോൾ വരും. അപ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇക്കാക്ക് നേരത്തെയൊന്നും അങ്ങനെ വരാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ഇക്കാക്കുള്ള വെള്ളവും ഫ്രൂട്ട്സും ഈന്തപ്പഴം ഞാൻ കൊടുത്തുവിടും. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഇക്കാക്കുള്ള ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെ കൊടുത്തുവിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നലത്തെ വെള്ളത്തിന് കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ, പുതിന വെള്ളത്തിന്. അപ്പോൾ അത് എനിക്ക് കുടിക്കാൻ വെച്ച് കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് എനിക്കത് കുടിക്കാൻ, കാരണം ഇന്നലെ കുറച്ച് പുളിപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. നമുക്ക് നോമ്പല്ലേ, നമുക്ക് നോക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിപ്പുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഐസ് വെള്ളം ചേർത്തിട്ട് നമുക്കത് സെറ്റാക്കാം. പിന്നെ നാസ്താനാണ് കുറച്ച് കൺഫ്യൂഷനായി നിൽക്കുന്നത്. നാസ്ത ഉണ്ടാക്കണം ചോറ്. അപ്പോൾ ഇന്നലെ ഞാൻ ബീഫ് പുലാവ് ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ റെസിപ്പി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, 1/4 ഇട്ടിട്ടുള്ളൂ. ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഇറച്ചിച്ചോറ് വല്ലതും വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇറച്ചിച്ചോറ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറച്ചിച്ചോറ് വെക്കണോ വേണ്ടതെന്ന് കരുതി. ഇപ്പോൾ തന്നെ സമയം 4:00 നമ്മളവിളൊന്നും ഇപ്പോൾ സംസാരിച്ചിരുന്നാൽ അതിൻ്റെ ഒരു പണി നടക്കില്ല. പിന്നെ കട്ട്ലേറ്റിനുള്ള കുറച്ച് ഞാൻ എന്താ പറയുക ഉണ്ടാക്കിയത് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി ഇന്നലെ തന്നെ. പിന്നെ നാത്തൂന് വീട്ടിൽ പോയപ്പോൾ നാത്തൂന് ഞാൻ പറഞ്ഞില്ലേ കടിക്കച്ചവടം തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ട്ലേറ്റിൻ്റെ കുറച്ച് ഇത് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ ബീഫ് കട്ട്ലേറ്റ് ആയിരുന്നു, അപ്പോൾ ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ ഇന്ന് വേറെ എന്തെങ്കിലും ഞാൻ 2 കടിയാഴ്ച എല്ലാ ദിവസവും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇക്കാക്ക് മസ്റ്റാണ് കട്ട്ലേറ്റ്. അപ്പോൾ ഇക്കാക്കുള്ള കട്ട്ലേറ്റ് എന്തായാലും ഞാൻ ഉണ്ടാക്കിയിരിക്കും, 8 മണിയിൽ 9 ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കായ്പോളയും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കട്ട്ലേറ്റും പിന്നെ ഇറച്ചിച്ചോറും ഉണ്ടാക്കാം. അപ്പോൾ ജ്യൂസായിട്ട് ഞാൻ വിചാരിച്ച് ഷമാമ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഒന്നും ആവില്ല, ഞാനിങ്ങനെ അടുക്കളയിലേക്ക് ചെന്നതിന് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് നേരത്തെ എടുത്ത് വെക്കാനാണ്, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് കായ്പോള ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കായ്പോള ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ കായ്പോളക്ക് എന്തൊക്കെ വേണം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ. കായ്പോളക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഏത്തപ്പഴം ഞാൻ മുറിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിക്കാനായിട്ട് ആദ്യം മിക്സിയിലിട്ട് നമുക്ക് അടിക്കണം. പാലും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് നല്ലോണം എന്താ പറയുക, അതൊന്ന് ആദ്യം കുക്ക് ചെയ്തിട്ടാണ് ഏത്തപ്പഴം. അപ്പോൾ ഇതാദ്യം നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് പാലൊഴിക്കേ, പാല് അത്യാവശ്യത്തിന് മതി, കുറച്ച് മതി, അത്രയും മതിട്ട് പാല്. എന്നിട്ട് അതിലേക്ക് മുട്ട ഇട്ട് ചോദിക്കുന്നത് കേട്ടോ. മൂന്ന് മുട്ട ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
മിക്സി എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട്, മിക്സിയിലെല്ലാം ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഴയ ഈത്തപ്പഴം നിര വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് കായ്പുൾ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പാൻ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് കശുവണ്ടി മുന്തിരി ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. തിന്നോ. അതിലേക്ക് കശുവണ്ടി പിന്നെ കുറച്ച് മുന്തിരി ഇട്ട്. എനിക്ക് മുന്തിരി അധികം ഇഷ്ടമല്ല കേട്ടോ. എന്തോ എനിക്ക് മുന്തിരി ഓക്കെ, അത് നല്ലോണം ബ്രൗൺ കളറായി വരട്ടെ കേട്ടോ. ഈ നെയ്യിട്ട് നമുക്ക് പഴവും വാട്ടെടുക്കാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ ഒന്ന് തീർന്നിട്ട് അങ്ങനൊന്നല്ല കേട്ടോ, പെട്ടെന്നൊന്നുമില്ല, ചെറിയ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കശുവണ്ടി മുന്തിരിയൊക്കെ സെറ്റായിട്ട് നമുക്ക് കോലെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പഴം, ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കിട്ടുകൊടുക്കേ. നല്ലോണം നമുക്ക് പഴം വാട്ടിയെടുക്കാം കേട്ടോ. നല്ലോണം പഴം വാടി വന്നിട്ടുണ്ട്. നല്ലോണം നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഗ്യാസിനാണ് ഓഫ് ചെയ്യണില്ല, ഗ്യാസ് കുറച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചെടുക്കുന്നു കേട്ടോ, കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിട്ട് അടിച്ച് വെച്ചില്ല, പാലും മുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയൊക്കെ ഇട്ട് അടിച്ച് വെച്ചാൽ ആ ഒരു ബാറ്റർ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്യാസ് കുറച്ച് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ബാറ്റർ ആദ്യം ഒഴിച്ച് വെച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സെറ്റാക്കി വെക്കണേ അല്ലേ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം? നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച എന്താ പറയുക, റോസ്റ്റ് ചെയ്ത് വെച്ച പഴം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേച്ച് എല്ലായിടത്തേക്കും ആക്കണേ പഴം. പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നമ്മൾ നേരത്തെ എന്താ പറയുക കശുവണ്ടി മുന്തിരിയില്ലേ, അത് നമുക്ക് കുറച്ച് അതിനകത്തേക്ക് മേളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നേരത്തെ ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ബാറ്ററി നമുക്ക് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരത്തെ മാറ്റിയത് ബാക്കി കശുവണ്ടി മുന്തിരിയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ആയിട്ട് വെക്കാം. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, മൂടി വെക്കണം കേട്ടോ. നല്ല മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. എന്ത് വേണ്ടി കാണാം. ഓക്കെ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാനായത്. ഇപ്പോൾ കുറച്ച് നേരം ആയത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എന്താ ചായ? എന്താണ് സ്പൂൺ വേണോ, കയ്യിൽ വേണോ? എന്നാ നമുക്ക് അപ്പോൾ ഇത് തുറന്ന് നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. സൂപ്പറാണ് ഗൈസ്. നമുക്കിതൊന്ന് മറിച്ചിടണം, അതാണ് കുറച്ച് ടാസ്ക് കിട്ടാനൊന്ന് മറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ടാ, സക്സസ് ആവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ നമുക്ക് അടുപ്പത്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇതൊന്ന് ചെയ്തിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഗൈസ് നമുക്ക് തട്ടി കൊടുക്കേണ്ടി വരും.
എന്താ പറയുക, ഒരു സങ്കടത്തോടെയാണ് ഗൈസ്. കുഴപ്പമില്ല, ഒരു സൈഡ് മാത്രമേ ഞാൻ കുറച്ച് ഇതായി പൊട്ടി വന്നുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, കണ്ടോ, ഈ ഒരു സൈഡ് മാത്രം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഇതൊക്കെ സോഫ്റ്റ്, നല്ല സോഫ്റ്റ് തന്നെയാണ്. ഇവിടെ മാത്രം കുറച്ച് പൊട്ടി വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമുക്കിനി ഇത് മൂടി വെക്കണം കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് ആ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നല്ലോണം ഒന്ന് സെറ്റായി പറ്റേട്ടാ. ഇവിടെ ഒരാൾ അർബനമുട്ട് വളർന്നുണ്ട്, നോക്കൂ. സായ, എന്താണ് അവിടെ? എന്തെടുക്കണേണ്? 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 നോമ്പ് അമ്മമ്മോണാ? ആ, അമ്മമ്മ കഴിച്ചാ? ഇക്കാക്കോടെ? ഇക്കാക്കോടെ? ഇക്കാക്ക എവിടെ? എവിടെ പോയി ഇക്കാക്ക? എവിടെ പോയി ഇക്കാക്ക? എവിടെ പോയി? എവിടെ? അപ്പോൾ ഇക്കാനും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇക്കാനും വിളിച്ചിട്ടും തരി കാച്ചിയാണ്. ഇക്കാനും മാത്രം പൊളി സാധനം കേട്ടോ. ഞാൻ കല്യാണത്തിന് മുമ്പ് തരി കുടിക്കുകയുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിലുണ്ടാക്കുക നമ്മൾ തേങ്ങാപ്പാലാണ് തരി ഉണ്ടായിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്ന ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇക്കാനും ഉണ്ടാക്കുന്ന പാക്കറ്റാണ് തരി. അത് നല്ല എന്താ പറയുക, അതിൽ നല്ല നെയ്യും, അത് നെയ്യും പാലും അതിൻ്റെ ഫ്ലേവർ. അതുകൊണ്ട് അത് തരി എന്ന് പറയുക. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ പുകഴ്ത്തണം. പുകഴ്ത്താൻ മാത്രമല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ എന്തായാലും ഈ ചാനലിലാണ് നിങ്ങൾക്ക് ആ തരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇൻഷാല്ല ഞാൻ ആ തരിയുടെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തന്നെയായിരിക്കും. വേറെ ഒന്നുമില്ല, നമ്മുടെ സാധാ പാക്കറ്റ് പാലാണ് ഉണ്ടാക്കണത്. അതുപോലെ തന്നെ നെയ്യാണ് കുറച്ച് മസ്റ്റായിട്ട് നിൽക്കുന്നത്. എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെയ്യാണ് മസ്റ്റായിട്ട് നിൽക്കുന്നത്. നെയ്യും പാലും നമ്മുടെ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ റവയും, ഇത്രയും മാത്രം മതി. റവ നമുക്ക് തരിയാച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ അമ്മായിമ്മയാണ് പറഞ്ഞു തന്നത് ഗായ്സ്. പിന്നെ ചിലരെന്ന് വെച്ചാൽ തരിയാച്ചയിൽ ഈ ഉള്ളി ഇങ്ങനെ വഴറ്റിടൂല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ആ ഒരു തരിയാച്ചതേ ഇഷ്ടമില്ലാത്ത ഉള്ളി താളിച്ചിടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താ പറയണം, തേങ്ങാപ്പാലിൽ തരിയാച്ചത് എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടം. ഇതാണ് ഇഷ്ടപ്പെട്ടത്. തരി കാച്ചത് ഞാൻ കുടിക്കൂലായിരുന്നു. കെട്ടിയതിന് ശേഷം ഞാൻ തീർന്നാ ഗായ്സ്, ഞാൻ കായ്പോളം ഉണ്ടാക്കി കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പൊട്ടിപ്പോയത് അത് പിന്നെ സക്സസ്. കുറച്ച് ഇഷ്ടപ്പെട്ടാൽ പിന്നെ പറയണ്ട, കുറിച്ച് കൊടുക്കല്ലേ ഇത് തന്നെ. ചായക്ക് ഞാൻ പുട്ടിയ ഭാഗം എടുത്ത് ചായക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചായ സമ്മതിക്കില്ല. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത്, നമുക്ക് അതിലേക്ക് കടക്കാട കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചെയ്യണത് നമ്മുടെ കട്ട്ലേറ്റ് കുട്ടന്മാരെ ചൂട് കിട്ടണല്ല, അത് ലേറ്റ് കൊണ്ടിട്ട് കട്ട്ലേറ്റ് ഉള്ള ഫീലിങ്ങില്ലേ, അത് ഞാൻ ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഐസായിരുന്നു. ഗൈസ്, ഞാൻ കുമ്പട്ടിട്ട് ഈ ചായ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ കാൽപ്പുള കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ കണ്ടിരുന്നത്. ഞാൻ നടപ്പൊന്നും ചെയ്യാൻ ഞാനത് ഐസൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ട് വരുന്നുണ്ട്. ഞാൻ കുത്തിയൊക്കെ ഐസൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്താണ് വെള്ളം തറ്റേ മിന്നു? വെള്ളം തറ്റേ? ഞാൻ വെള്ളം കൊടുക്കട്ടെ അവൾക്ക്. വെള്ളം തരാം. ചൂടുവെള്ളം കൊണ്ട് ചിലപ്പോൾ കുടിക്കാൻ കുടിച്ചോ. ഐസൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നുകൊണ്ടിരിക്കണം. തീ കൂട്ടി വെക്കാം കേട്ടോ.
5 മണി കഴിഞ്ഞാൽ പെട്ടെന്ന് ചടപടയുന്ന സമയം പോകുന്നു. എനിക്ക് തോന്നിയതാണ്, എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് നിൽക്കാനും ആ തരി കാച്ചുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചതാണ് സേമി ഇടണോ തരിക്കുന്നത്. സേമി ഇടണോ തരിക്കുന്നത് ചോദിച്ചത്. എനിക്ക് സേമി ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ സാധാരണ തരിക്കും. ഞാൻ അങ്ങനെ എല്ലാ പ്രാവശ്യം നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നാത്തൂക്കാൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇന്നലെ പോയിട്ട് ഞാൻ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് ഞാൻ കാണിക്കും, കാരണം തരിയാച്ചിട്ടുണ്ട്. ഗുഡ് ഗേൾ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ തരിയാച്ചത് ഇട്ടിട്ട് എക്സ്പ്രഷൻ എൻ്റെ അമ്മാനും ഉണ്ടാക്കിയ തരിയാച്ചത് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഉണ്ടാക്കണമല്ല, കുടിക്കണം. എനിക്കങ്ങനെ കുക്കിങ്ങൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇക്കാനെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഉണ്ടാക്കണം ഞാൻ ഒരേന്നിങ്ങനെ കണ്ടിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ കുക്കിങ്ങൊന്നും ചെയ്യില്ലായിരുന്നു. ഇക്കാൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇക്കാൻ്റെ നാത്തൂനും എൻ്റെ നാത്തൂനും നാത്തൂന്നും പറയണ്ടല്ല, ഞാൻ പേര് പറയാം, ഇത്താത്ത. ഞാൻ സിനീത്താന്ന് വിളിക്കണത്. സിനീത്താത്ത ഉണ്ടാക്കണത് കണ്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഉണ്ടാക്കണത് കണ്ടിട്ട് എനിക്കെന്തോ ഇഷ്ടമായി കുക്കിങ്ങിനോട്. അതുപോലെ തന്നെ നാട്ടുകൂടായിട്ട് കുക്ക് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇത്താൻ്റെ ഫുഡെല്ലാം. ഇത്താത്ത ചെമ്മീൻ ബിരിയാണി, അതുപോലെ കുഴിമന്തി, ബീഫ് ചില്ലി ബീഫ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കഴിക്കും. ഇത്താൻ്റെ കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ. ബാക്കി പറയണമെന്നല്ല, സൂപ്പറാണ്. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ കണ്ടുകൊണ്ട് അവരിൽ നിന്നും കുറച്ച് എന്താ പറയുക, ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവിടെ സിനീത്താൻ തന്നെയാണ് ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കലും കായ്പുളുണ്ടാക്കി മിക്കവും ഞാൻ സിനീത്താൻ തന്നെയാണ് പഠിച്ചെടുത്തത്. പിന്നെ വീട് സെപ്പറേറ്റ് മാറിയപ്പോൾ കുക്ക് ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാം സാവധാനം പഠിച്ചെടുത്ത്. പക്ഷെ കട്ട്ലേറ്റ് ഇതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടൊക്കെ തന്നെയായിട്ട് പഠിച്ചെടുത്തത്. അല്ലാണ്ട് ഞാൻ ആർക്കും കൊടുക്കൂല. ക്രെഡിറ്റ് ഞാൻ സിനീത്താക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. ഡാൻസ് കളിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതിൻ്റെ ചൂടാറട്ടെ കേട്ടോ. അപ്പം കട്ട്ലേറ്റിൻ്റെ ചൂട് ഞാൻ ആറാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടാ, ഇതിൻ്റെ ചൂട് ഞാൻ ആറാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫൊന്ന് വേവിച്ച് വെക്കാം. നമുക്ക് ചോറും കൂടി തട്ടിയിട്ട് എനിക്ക് പോകാനുള്ളത്. നമുക്ക് നോമ്പുറന്നേക്കാം. നോമ്പുറക്കാൻ എനിക്ക് വെള്ളം മാത്രം കുറച്ചിട്ട് വേഗം. പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് പണി കഴിച്ചെല്ലാം ക്ലീൻ ആക്കണം കേട്ടോ. എന്ത് പറ്റി? എന്താണപ്പോ? ആരാണിച്ച്? ആര്? ഇതാ ഇതെന്ത് കാണിച്ച്? ക്യാമറയിൽ അവളെ കാണിച്ചില്ല എന്ന് പറഞ്ഞുള്ള പ്രഹസനം കാണും. ഓ ആര്? എന്ത് വെള്ളമായോ? ഇവളുടെ ഇത് കണ്ടിരുന്ന എൻ്റെ ഒരു പണി നടക്കൂല. നമുക്ക് കുക്കർ വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടപ്പന സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുട്ടപ്പന മീൻസ് കുക്കർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ നമുക്ക് ഗ്യാസ് ഓണാക്കട്ടെ. നമ്മൾ ബീഫ് ഇറച്ചിച്ചോറിനുള്ള മസാല റെഡിയാക്കാൻ പോണത്. അപ്പോൾ അത് നമ്മൾ കുക്കർ വെച്ചു. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ കുക്കറിൽ വരുന്നുണ്ടായിരുന്നു, പൊട്ടിട്ടുണ്ടല്ലോ. സ്വാഭാവികം, അതൊക്കെ ഒരു സ്വാഭാവികം കൊല്ലമുണ്ടാവും. അപ്പം നമ്മൾ കരിയാക്കുന്നുണ്ട്. നമ്മൾ കാര്യമാക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല. നമുക്ക് ഓണിയൻ, നമ്മുടെ സവാള എന്ന് പറയാം. സവാള കുട്ടനേക്ക് നമുക്ക് ഇതിനകത്തേക്ക് തട്ടാം. സവാള കഴിച്ചാൽ സെറ്റാവും, നമുക്ക് കുഴപ്പമില്ല കേട്ടോ. വേണ്ട സവാള നമുക്ക് കൊടുക്കാം.
സവാള അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് സവാള വാടും കേട്ടോ, കാരണം കുഞ്ഞു കുഞ്ഞതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. അപ്പം നമുക്കത് പെട്ടെന്ന് വാടും. എന്താണ് നമുക്കില്ലാത്ത പെട്ടെന്ന് പെട്ടെന്ന് പോയി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ജിഞ്ചർ വെളുത്തുള്ളി, ഉള്ളി പേസ്റ്റ്. ഉള്ളിയൊക്കെ നമുക്ക് ഐസ്ക്രീമിനെ പൊരിയെടുക്കണ പോലെ ക്യൂബ്സ് ആയിട്ട് കിട്ടും. ഉള്ളിൻ്റെ പേസ്റ്റ് നമുക്ക് കുറച്ച് തോന്നിയിടണം, നല്ലതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കിട്ടുന്നതനുസരിച്ച് ഇടുള്ളൂ കേട്ടോ, അത് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളൂ. Then mix it. ഞാൻ ഇതിലേക്ക് ഒരു സാധനം മാത്രം ഞാൻ ചേർക്കത്തില്ല. എന്താ ഞാൻ കാണിച്ചു തരട്ടെ. പച്ചമുളക് ഞാൻ ചേർക്കില്ല കേട്ടോ. ഞാൻ കുരുമുളകാണ് ചോറ് വെക്കാൻ പോകുന്നത്. നമുക്ക് മിക്സഡ് അപ്പത്തേക്കും നമുക്ക് നമ്മളെ കട്ട്ലേറ്റ് കുട്ടന്മാർ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പിടിച്ചൊന്ന് പാത്രത്തിലേക്കാക്കി ഒരു പാത്രത്തിലാക്കി വെക്കട്ടെ കേട്ടോ. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഏതൊരു ഷേപ്പാക്കിയിട്ട് ഈ ഒരു ഷേപ്പാക്കാനാക്കുന്നത്. അപ്പോഴത്തേക്കും അതൊന്ന് സെറ്റായി വരട്ടെ. ഞാനിവിടെ ഒരു 9 എണ്ണം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. സ്പൂൺ ഉള്ളിരിക്കണം, ചൂടാക്കിട്ടില്ല കേട്ടോ. പരത്തി വെക്കണം. പരത്തിച്ചപ്പോൾ ആവി ആ തീർന്നാ, അതും തീർന്നാ. മോളെന്താണ് മയങ്ങണ? മോൻ തന്നെ നല്ലത്. ചൂടൊക്കെ ഉണ്ട്. എന്നാളെ വേണ്ടി ചൂടല്ലേ. എന്തോ 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 ഓ ഓ ഓ ഓ ഓ കളിക്കുന്നു. എന്തോ 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 ഞാൻ കയ്യൊന്ന് കഴുകിയിട്ട് വെക്കേട്ടാ. അപ്പോൾ എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം വഴഞ്ഞ് വന്നിട്ട്. നോക്കൂ നിങ്ങൾ, നോക്കൂ നോക്കൂ, വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. അപ്പം എന്ത് പൊടിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ പറഞ്ഞോ. നമുക്ക് ഗരം മസാലപ്പൊടി കേട്ടോ. ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയെ. ഇത് ആട്ടിനായി ഇരുമിടുന്നത്. വേറൊരു പൊടി ഞാൻ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ചോറിനായി ഈ ഒരു പൊടിയാണ് ഞാൻ ഇടുന്നത്. കുരുമുളക് പൊടി ഇട്ട്
നല്ലോണം. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ടാ, പറഞ്ഞോ. ഓ എവിടാ നേരത്തേക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളോടെയാണ് ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് എന്താന്ന്. ഞാൻ അരി അളന്ന ഇത് അതാണ് കേട്ടോ, ഗ്ലാസ്സാണ്. അതുകൊണ്ടാണ് ആ ഒരു ഗ്ലാസ് ഞാൻ വെള്ളം നേരത്തെ കുഴിച്ചത്. അപ്പം നമുക്ക് ഉണ്ടാക്കി എത്ര ഇടാൻ നോക്കിയാൽ വെള്ളം എത്ര ഇടണം ആരെ നമുക്ക് നോക്കിയാൽ മതിയല്ല. അപ്പം ഞാൻ ബീഫ് ഇടട്ടെ കേട്ടാ. ബീഫ് കൂട്ടന്മാരുണ്ട്, അതുകൊണ്ട് എടുക്കാം കേട്ടോ. ബീഫിനായിട്ടിട്ടുണ്ടേ, നമുക്കൊന്ന് ഇളക്കാം കേട്ടോ. ഇളക്കണം മുമ്പ് ഉപ്പിട്ടിട്ടില്ല. മൂടി വെക്കാം. പ്ലേറ്റ് ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പറയുന്നതിനായിട്ട് ചേർക്കാം. പതുക്കെ കൊടുക്കണം. നമ്മളെ കട്ട്ലേറ്റ് ചിക്കൻ ഞാൻ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണൂടി ഇടാനുണ്ട്. പിന്നെ മുരിഞ്ഞിട്ട് കേട്ടോ. ശേഷം പാത്രമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കഴുകാനിട്ട് അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇക്കായും സായം കിടന്നു തുടങ്ങിയിട്ട്. അപ്പോൾ സാധനം മേലേക്ക് ഇട്ട് ഇക്കായും സായം കിടന്നിട്ടാ. അപ്പോൾ ഞാനിനി എനിക്കിനി കുറച്ച് പണിയൊക്കെ ഉണ്ട്. വേറെ പണിയൊന്നുമില്ല, നിസ്കരിക്കാനുണ്ട്. നിലയിലേക്ക് നിസ്കരിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ എഡിറ്റൊക്കെ ചെയ്യാനുണ്ട്. ഇന്നത്തെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലത്തേക്കാട്ടും കുറച്ച് ഉഷാറായിരുന്നു നോമ്പിന്. ഇന്ന് നീ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇന്നലെ കുറച്ച് ഇടങ്ങേറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മാഷാഅല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു നോമ്പ് എനിക്ക്. അപ്പോൾ എന്താ, അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നാളെ ഇന്നത്തേക്ക് നീക്കണം 4 മണിക്ക് ഇക്കാത്ത. നാളെ 7 മണിക്കാണ് വർക്കുള്ളത് പിക്കാം. അപ്പോൾ അത്താഴത്തിന് നീട്ടിന് പിന്നെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. പിന്നെ നേരത്തെ ഞാൻ കിടന്നുറങ്ങാനായിട്ട് പ്ലാനുണ്ട്. ഉറങ്ങൂല, പ്ലാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ കാണുന്നത് ബൈ.